ഹായ്, പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. അതായത് എൻ്റെ ഈ ചാനൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, PR ചാനലാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും ഈ ചാനൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഒരു തർക്കവുമില്ല. പക്ഷെ പണം വാങ്ങിച്ച് ഞാൻ ഒരാളെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഇഷ്ടം കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തത്. അതായത് അവിടെ റിയലായി നിൽക്കുന്ന ഏക വ്യക്തി ഷാനവാസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഷാനവാസിൻ്റെ നല്ല കാര്യങ്ങളെ ഒരാളും വീഡിയോ ആയി ചെയ്യുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്ന പല കള്ളത്തരങ്ങളും, അതായത് നാടകങ്ങളെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അത് റിയൽ ആണെങ്കിൽ തീർച്ചയായും ഞാൻ അവരെക്കുറിച്ചും സംസാരിക്കും. പക്ഷെ അതൊന്നും റിയൽ അല്ല, അത് ഫേക്ക് ആണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പലതരം നാടകങ്ങൾ. ഇവിടെ ഷാനവാസ് റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഷാനവാസിന് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല. ബിഗ് ബോസ് കണ്ടിട്ടില്ല. കണ്ടാലാണ് അത്തരം കാര്യങ്ങൾ അറിയുകയുള്ളൂ. ഇവിടെ ഷാനവാസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റിയലാണ്. അദ്ദേഹത്തിന്റെ നന്മ പലപ്പോഴും പല ആൾക്കാരും നെഗറ്റീവായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തത്. തുടക്കം മുതൽ ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയല്ല. എല്ലാവരെ കുറിച്ചും പറഞ്ഞ ഒരു ചാനൽ തന്നെയായിരുന്നു നമ്മളുടെ ഈ ചാനൽ. ഇടയ്ക്ക് വെച്ച് എനിക്ക് കൃത്യമായി മനസ്സിലായി, ഷാനവാസിനെ മനഃപൂർവ്വമായി തന്നെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നാടകം കളിക്കുന്ന പല ആൾക്കാരെയും റിയലാക്കി കാണിക്കുന്നു, അവരെ പൊക്കി പറയുന്നു, രാജാവാക്കുന്നു. തീർച്ചയായും അപ്പോൾ അതിനെതിരെ ഞാൻ സംസാരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഷാനവാസിനെ പോലെ ശുദ്ധനായ ഒരു മനുഷ്യൻ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടും. ഇപ്പോൾ ഇന്നലെ അനുമോളെ നെവിൻ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ടാസ്കിനിടയിൽ അനുമോൾക്കെതിരെ നെവിൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനുമോൾ ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ നെവിൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നെവിന് സപ്പോർട്ടായിട്ട് മറ്റു പലരും. അവിടെ ആരാണ് നെവിനെതിരെ തിരിഞ്ഞത്? ഷാനവാസ് മാത്രമാണ് നെവിനെതിരെ സംസാരിച്ചത്. അതായത് ഷാനവാസിന് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഷാനവാസ് കൃത്യമായി പറയാറുണ്ട്. അനീഷിനെതിരെ അക്ബർ പില്ലോ എടുത്തെറിഞ്ഞ് വലിയ ആക്രമണം ഉണ്ടാക്കിയപ്പോൾ ഷാനവാസാണ് അനീഷിനെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അനുവിനെതിരെ ചെരുപ്പേറ്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വഴക്ക് നടക്കുന്നു. അവിടെ അനുവിനെ രക്ഷിക്കാൻ, അതായത് അനുമോളെ രക്ഷിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അക്ബറും ആരിനും എല്ലാം അനുമോൾക്കെതിരെ തിരിഞ്ഞു. ഈ പറയുന്ന അപ്പാനി ശരത്ത് ഉൾപ്പെടെ അവിടെ ഷാനവാസാണ് വന്ന് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഇടയ്ക്ക് വെച്ച് സീക്രട്ട് ടാസ്ക് കുളമാക്കി എന്നതിന്റെ പേരിൽ ഷാനവാസ് ഒരുപാട് പഴികൾ കേട്ടു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം. അദ്ദേഹം എന്ത് തെറ്റാണ് ബിഗ് ബോസ് വീട്ടിൽ ചെയ്തിരിക്കുന്നത്? എന്ത് നാടകമാണ് കളിച്ചിരിക്കുന്നത്? തീർച്ചയായും ഷാനവാസ് റിയലായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്നൊരു വ്യക്തിയാണ്. ആ സ്നേഹത്തിൽ കളവ് വരുമ്പോൾ തീർച്ചയായും ഷാനവാസ് ചൂടാവും, ദേഷ്യപ്പെടും. അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആദില നൂറ, അവരെ ചേർത്ത് തന്നെയാണ് ഷാനവാസ് പിടിച്ചിരുന്നത്. ഒരിക്കൽ പോലും അവരെ കുറ്റപ്പെടുത്തി ഷാനവാസ് സംസാരിച്ചിട്ടില്ല. അവരിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഷാനവാസ് തിരിച്ച് പ്രതികരിച്ചത്. ഇപ്പോൾ അനീഷിന്റെ കാര്യമെടുക്കാം. ഫ്രണ്ട്ഷിപ്പിൽ ഈ പറഞ്ഞ ഷാനവാസ് ഒരു ചതിയും കാണിച്ചിട്ടില്ല. അനീഷാണ് ചതി കാണിച്ചിരിക്കുന്നത്. അനീഷ് അഭിനയിക്കുന്നതുകൊണ്ട് പല മന്ദബുദ്ധികൾക്കും അത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. ഷാനവാസ് എന്ത് ചതിയാണ് അനീഷിനെതിരെ കാണിച്ചിരിക്കുന്നത്? അനീഷിന്റെ കള്ളത്തരങ്ങൾ പൊളിക്കുമെന്ന് പറഞ്ഞതോ? അത് ചതിയാണോ? അനീഷ് കള്ളത്തരം കാണിക്കുന്നുണ്ട്, അതല്ലേ പൊളിക്കുമെന്ന് പറഞ്ഞത്? നുണ പറയുന്നുണ്ട്, അതല്ലേ പൊളിക്കുമെന്ന് പറയുന്നത്? അനീഷിനെ പോലെ ക്യാമറയ്ക്ക് മുന്നിൽ പോയി അനീഷ് എന്നെ ചതിച്ചു എന്ന് ഷാനവാസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അനീഷാണത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതായത് പ്രേക്ഷകരെ പറ്റിക്കുകയാണ് അനീഷ്, അതാണ് തുറന്നു കാണിക്കുമെന്ന് ഷാനവാസ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്താണ് ഷാനവാസ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉണ്ടായിരുന്ന ഒരു താരം തന്നെയാണ് ഈ പറഞ്ഞ ഷാനവാസ്. അതിനുശേഷമാണ് ഈ പറയുന്ന അനുമോളും അനീഷ് എല്ലാം ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പറയുന്ന അനീഷും അതുപോലെ അനുമോളെല്ലാം പല രീതിയിലുള്ള കളികൾ കളിച്ചു തുടങ്ങി. അനുമോളെക്കാളും അനീഷാണ് പലതരം കള്ളത്തരങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രേക്ഷകരെ മണ്ടന്മാരാക്കി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കള്ളക്കളിയിൽ പല പ്രേക്ഷകരും വീണിട്ടുണ്ട്, സത്യമായിട്ടുള്ള കാര്യമാണ്. ഷാനവാസ് ആ സീക്രട്ട് ടാസ്ക് വേറെ രീതിയിൽ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ സീക്രട്ട് ടാസ്ക് ബിഗ് ബോസ് ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും അതുപോലെ ബിഗ് ബോസും ഷാനവാസിനെ കുറ്റപ്പെടുത്തി. ഷാനവാസിന്റെ ഫാൻ ബേസ് വളരെ പെട്ടെന്ന് താഴേക്ക് പോയി. ആ സമയത്ത് പല ആൾക്കാരും പറഞ്ഞു ടോപ്പ് 5 പോലും ഷാനവാസ് ഉണ്ടാവില്ല, ഇയാൾ ഇപ്പോൾ തന്നെ പുറത്താവും എന്ന്. പക്ഷെ ഷാനവാസ് ശക്തമായി തിരിച്ചു വന്നു. ഷാനവാസ് വളരെ റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ അനീഷ് മനഃപൂർവ്വമായി സീസൺ 1 വിജയ് സാബുമോനെ മനഃപൂർവ്വമായി ടാർഗറ്റ് ചെയ്ത് അയാളിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. അതിനെ എല്ലാവരും കൊട്ടി ആഘോഷിക്കുന്നു. ഷാനവാസ് റിയാസ് സലീമിനോട് ചെയ്ത കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഷാനവാസ് അങ്ങോട്ട് കയറി റിയാസ് സലീമിനെ ഒരിക്കലും ചൊറിഞ്ഞിട്ടില്ല. റിയാസ് സലീം ഷാനവാസിനെയാണ് ചൊറിഞ്ഞ് അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ ശ്രമിച്ചത്. അവിടെയാണ് ഷാനവാസ് കൃത്യമായി പ്രതികരിച്ചത്. അത് റിയൽ ആയിട്ടുള്ള സംഭവമാണ്, അല്ലാതെ മനഃപൂർവ്വമായി ഉണ്ടാക്കിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ അനീഷ് ചെയ്തത് അങ്ങനെയല്ല, അനീഷ് മനഃപൂർവ്വമായി ഉണ്ടാക്കിയതാണ്. ഇവിടെ അനീഷിനെ വെളുപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, ഷാനവാസിനെ കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഷാനവാസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എനിക്ക് ഒരാളും പൈസ തന്ന് ഈ പറയിപ്പിക്കുന്നതല്ല. ഇതെന്റെ ഇഷ്ടമാണ്, ഇതാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതവർ അന്തം ഫാൻസ് ആയതുകൊണ്ടല്ല. അവർക്ക് കൃത്യമായി അറിയാം എന്താണ് ബിഗ് ബോസിൽ നടക്കുന്നത്, ആരൊക്കെയാണ് റിയൽ, ആരൊക്കെയാണ് ഫേക്ക് എന്ന് കൃത്യമായി അറിയാം. അവർ ബിഗ് ബോസ് സ്ഥിരമായി കാണുന്ന ആൾക്കാരാണ്. കൃത്യമായിട്ട് അവർക്ക് ഗെയിമിനെ കുറിച്ച് അറിയാം.
ആരൊക്കെയാണ് കള്ളത്തരം കാണിക്കുന്നത്, കള്ളക്കരച്ചിലാരുടെയാണ്, കള്ള അഭിനയമാരുടെയാണ് എന്ന് കൃത്യമായി അറിയാം. സത്യമായിട്ട് ഞാൻ പറയാം, ഈ സമയത്ത് ഫാൻ ബേസിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിലുള്ളത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോൾ തന്നെയാണ്. ഒരു സംശയമില്ല, അനുമോൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ്. ഇപ്പോൾ മുന്നിൽ അനുമോൾ തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് അനീഷാണ്. മൂന്നാം സ്ഥാനത്താണ് ഷാനവാസ്. മറ്റുള്ള എല്ലാവരും ബഹുദൂരം പിന്നിലാണ്. ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ഇപ്പോൾ അനുമോൾ തന്നെയാണ് നമ്പർ 1. രണ്ടാം സ്ഥാനം അനീഷാണ്, മൂന്നാം സ്ഥാനം ഷാനവാസാണ്. ഇതാണ് സത്യം. ബിഗ് ബോസിന്റെ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല, ഷാനവാസ് ആയിരുന്നു നമ്പർ 1. പക്ഷെ പല PR ടീമുകളും അതുപോലെ മറ്റുള്ളവരെ വെള്ളപൂശാൻ നടക്കുന്ന യൂട്യൂബേഴ്സും ചേർന്ന് ഷാനവാസിനെ നെഗറ്റീവാക്കി, ഷാനവാസിന്റെ നല്ല വശങ്ങൾ കാണിക്കാതെ മോശം സൈഡുകൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്ന് ഷാനവാസിനെ താഴോട്ട് വലിച്ചിട്ടു. പല പ്രേക്ഷകരും അത് വിശ്വസിച്ച്, അല്ലെങ്കിൽ ഷാനവാസിന്റെ നല്ല ഗെയിം മോശമാണ് എന്ന് ചിന്തിക്കുന്നു, മറ്റുള്ളവരുടെ അഭിനയം റിയലാണ് എന്ന് ചിന്തിക്കുന്നു. ഇവിടെയാണ് ഷാനവാസ് ഒന്ന് ബാക്കോട്ട് വലിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ശക്തമായി ഷാനവാസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ബാക്കിയുണ്ട് 20 ദിവസങ്ങൾ. തീർച്ചയായും ഏറ്റവും മുന്നിൽ അവിടെ ഷാനവാസ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അവിടേക്ക് ഷാനവാസ് എത്തപ്പെടുക തന്നെ ചെയ്യും. കാരണം ഷാനവാസിന്റെ ഭാഗത്താണ് സത്യം. ഷാനവാസാണ് അവിടെ റിയലായി നിൽക്കുന്ന ഏക വ്യക്തി. പല ആൾക്കാരും ഷാനവാസിനെ നെഗറ്റീവ് ആക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ഷാനവാസ് തെറി വിളിക്കുന്നു, വീട്ടുകാരെ വിളിക്കുന്നു എന്നുള്ളത്. ഏത് വീട്ടുകാരെയാണ് ഷാനവാസ് വിളിച്ചിരിക്കുന്നത്? എന്താണ് ഷാനവാസ് വിളിച്ച തെറി? എന്റെ അഭിപ്രായത്തിൽ ഷാനവാസ് പറഞ്ഞ ഒരേ ഒരു കാര്യം ബിന്നിയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണ്. അത് മോശം തന്നെയാണ്, അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. അവിടെ ബിന്നി ഷാനവാസിന്റെ വൈഫിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ശരി, അത് മോശമാണ് എന്ന് വിചാരിക്കുക. ആ ഒരു കാര്യമല്ലാതെ ഷാനവാസ് മറ്റെന്ത് വൃത്തികേടാണ് പറഞ്ഞിരിക്കുന്നത്? മറ്റുള്ളവർ ഷാനവാസിനോട് വളരെ മോശമായി സംസാരിക്കുമ്പോൾ ഷാനവാസ് തിരിച്ചു പറയും, അത് നിങ്ങളുടെ വീട്ടിൽ പോയി വിളിക്കൂ എന്ന്. അത് പറയാത്തവർ ആരാണ് ആ ബിഗ് ബോസ് വീട്ടിലുള്ളത്? അനീഷ് പറഞ്ഞിട്ടില്ലേ? അക്ബറിനോട് പറഞ്ഞിട്ടുണ്ട്. അനുമോൾ പറഞ്ഞിട്ടുണ്ട്. അക്ബർ പറഞ്ഞിട്ടില്ലേ? എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെ ഷാനവാസ് മാത്രം കുറ്റക്കാരനാവുന്നു? ഇവിടെ ഷാനവാസിനെതിരെ മനഃപൂർവ്വമായിട്ടുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിന് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെ ചെയ്യും. പല വീഡിയോയ്ക്ക് താഴെയും മറ്റു പല ആൾക്കാർ വന്ന് പല കമൻസുകളും രേഖപ്പെടുത്തും. എല്ലാ കമൻസും റോങ് ആണ് എന്നുള്ളതല്ല. പല ആൾക്കാരും റിയൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ശരിക്കും അവരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ആ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഭൂരിഭാഗം കമൻറ്റുകളും ഫേക്കാണ്, PR കമൻറ്റുകളാണ് എന്ന് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം. പല ആൾക്കാരും കമൻറ്റ് വായിച്ചിട്ട് ഇതാണ് ശരി എന്ന് ചിന്തിക്കും. അത് തെറ്റാണ്. പലതും PR കമൻറ്റുകളാണ്. തീർച്ചയായും ഷാനവാസിന്റെ ഭാഗത്ത് ശരി ഉള്ളിടത്തോളം കാലം ഷാനവാസിനൊപ്പം തന്നെ നിൽക്കും. ഇനിയും ബിഗ് ബോസ് തീരാൻ 20 ദിവസത്തോളം ബാക്കിയുണ്ട്. തീർച്ചയായും തുടക്കം എങ്ങനെയായിരുന്നോ അതുപോലെ ഷാനവാസ് ഏറ്റവും മുന്നിൽ എത്തപ്പെടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ എത്തിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഷാനവാസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഷാനവാസിന് മാത്രം വോട്ട് ചെയ്യുക. അതുപോലെ തന്നെ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം രാത്രി 10 മുതൽ 12 മണി വരെ ഒരു ദിവസമായിട്ടാണ് കൂട്ടുക. ആ സമയത്ത് തന്നെ വോട്ട് ചെയ്യേണ്ടതാണ്. പിറ്റേ ദിവസം വോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വോട്ട് പാഴായി എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഫിനാലെ നടക്കുന്ന ആ ആഴ്ചയിൽ തീർച്ചയായും എല്ലാവരും ദിവസവും കൃത്യമായി വോട്ടുകൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാരുടെ ഫോണിൽ നിന്ന് വോട്ടുകൾ രേഖപ്പെടുത്തുക. തീർച്ചയായും റിയലായി കളിക്കുന്നവർ ജയിക്കണമെന്നേ. ചുമ്മാ കള്ളത്തരം കാണിച്ച് കളിക്കുന്നവർ ഒരിക്കലും ജയിക്കാൻ പാടില്ല. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.